പക്ഷേ കർക്കിടക മാസത്തിൽ ഈ ആരാധിക്കേണ്ട ദേവത ആരാണ്? അതാണ് നേരെ ആ രാമായണത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം വന്ന് രാമായണ മാസമാക്കാൻ കാരണം. ഓം ഇപ്പോൾ കർക്കിടക മാസത്തിൽ സാധാരണ നമ്മൾ ഇന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ രാമായണ മാസം എന്ന് പറഞ്ഞിട്ട് ആചരിക്കുന്നുണ്ട്. അതിടക്കാലത്ത് നേരെ രാമായണത്തിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് രാമായണ മാസം ആചരിച്ചു എന്നാണ്. അത് സാങ്കേതികമായിട്ട് സംഘടനകൾ, അതായത് ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചതാണ്. അതേതാണ്ട് അതിന് ശേഷം ഒരു 10-20 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ആരാധന സമ്പ്രദായം വന്നിട്ട്. പക്ഷെ വാസ്തവത്തിൽ കർക്കിടക മാസത്തിൽ നേരെ ആരാധിക്കേണ്ടത് ആരെയാണ്? അപ്പോൾ രാമായണ പാരായണം ചെയ്യാം, അത് കർക്കിടകത്തിലും ചെയ്യാം. രാമനവമി വരണത് ചൈത്രമാസം മീനമാസത്തിലാണ്, അപ്പം അന്നും രാമായണം വായിക്കാം. പക്ഷേ കർക്കിടക മാസത്തിൽ ഈ ആരാധിക്കേണ്ട ദേവത ആരാണ്? അത് ദേവിയെയാണ്, ദുർഗാ ഭഗവതിയെയാണ് നേരെ കർക്കിടകത്തിൽ ആരാധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം കർക്കിടക മാസത്തിൽ ദുർഗാപ്രീതികരമായിരിക്കുന്ന ആ ശക്തിയാണ് നിറഞ്ഞു നിൽക്കുക. അതാണ് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത. ആ കർക്കിടക മാസത്തിൽ നേരെ ശിവ പാർവതിമാരുടെ സംവാദ രൂപത്തിലാണ് രാമായണം വന്നിരിക്കുന്നത്. അതാണ് നേരെ ആ രാമായണത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം വന്ന് രാമായണ മാസമാക്കാൻ കാരണം. പാർവതി നേരെ ശിവനോട് ചോദിക്കുന്നതാണ് രാമൻ്റെ മഹത്വങ്ങൾ ചോദിച്ചപ്പോൾ. അപ്പോൾ പാർവതിക്ക് ശിവൻ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് നേരെ കിളിപ്പാട്ട് അധ്യാത്മരാമായണം എഴുത്തച്ഛൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് രാമായണത്തിന് പ്രാധാന്യം വരാൻ കാരണം. പക്ഷെ പ്രാധാന്യം എപ്പോഴും എന്താണ്? ദുർഗാ ഭഗവതിക്കാണ്. കാരണം കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വീടുള്ളതായിരിക്കുന്ന ആ പരിസരം മുഴുവൻ കാരണം കർക്കിടക മാസത്തിലാണല്ലോ പ്രകൃതി സന്തോഷിക്കുന്ന മാസമാണ്. കാരണം മഴ ധാരാളം നമുക്ക് കിട്ടും, പുഴകളൊക്കെ നിറഞ്ഞൊഴുകും. അപ്പോൾ ഭൂമിയിലെ ജലക്ഷാമം തീരുന്നതാണ്. അപ്പോൾ പ്രകൃതീശ്വരിയാണ് സാക്ഷാൽ ദുർഗാ ഭഗവതി. അപ്പം അതുകൊണ്ട് പ്രകൃതീശ്വരി സന്തോഷിക്കുന്ന മാസമാണ് കർക്കിടക മാസം. ആ ദുർഗ പ്രസാദിക്കുന്നത് കൊണ്ടാണ് നേരെ നമ്മുടെ വീടുകളിൽ ദശപുഷ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം മുക്കൂറ്റി, കറുക, അതേപോലെ വിഷ്ണുക്രാന്തി, അതേപോലെ തിരുതാളി, അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ സാധനങ്ങളും ദശപുഷ്പങ്ങളും ഉണ്ടായിട്ട് തീരുന്നതാണ്. അപ്പോൾ പ്രകൃതി ആകുന്നത് ദുർഗയാണ്. അപ്പോൾ ദുർഗ സന്തോഷിക്കുന്നത് കൊണ്ടാണത് ഭൂമിയിൽ പ്രത്യക്ഷ രൂപത്തിൽ ഈ തരത്തിലുള്ള നല്ല ചെടികൾ, ഔഷധ ചെടികളായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഔഷധ കഞ്ഞികളൊക്കെ ചെയ്യാൻ. അപ്പോൾ പ്രകൃതി ആണ് ദുർഗ സന്തോഷിക്കുന്ന മാസമാണ്. അപ്പോൾ കർക്കിടക മാസം പൊതുവെ ദുർഗാപ്രീതികരമായിരിക്കുന്ന മാസമായിട്ട് കണക്കാക്കുന്ന. അതുമാത്രമല്ല മിഥുനമാസം പൊതുവെ ശിവസംബന്ധിയായിരിക്കുന്ന മാസമാണ്. മിഥുനത്തിൽ എന്ന് വെച്ചാൽ 2 സ്ത്രീയും പുരുഷനും പരസ്പരം ചേർന്നിരിക്കുന്ന രൂപമാണ് മിഥുനം രാശിയുടെ ചിഹ്നമായിട്ട് വരിക. അപ്പോൾ അതിലൊന്ന് പാർവതി, ഒന്ന് ശിവനാണ്. അപ്പോൾ ശിവനാണ് മിഥുനത്തിൽ പ്രാധാന്യം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കർക്കിടകത്തിൽ പൂർണ്ണമായിരിക്കുന്ന ദേവീ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ സാധാരണഗതിയിൽ നേരെ ഭഗവതി സേവ എന്ന് പറഞ്ഞ സംഗതി നടത്തും. അത് നടത്തുമ്പോൾ ഈ വിചാരം കൊണ്ടല്ല, പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ ദിവസങ്ങളും അപ്പോൾ രാവിലെ ഗണപതി ഹോമം, വൈകുന്നേരം ഭഗവതി സേവ നടത്തും. എന്താണ്? ദുർഗാ സംബന്ധിയായിരിക്കുന്ന കാര്യം ചെയ്യണമെന്നാണ്. കർക്കിടക മാസം നിറഞ്ഞു നിൽക്കുന്നത് ദുർഗാ ഭഗവതിയാണ്. അപ്പോൾ ആ ദുർഗയെ പൂജിച്ചാലാണ് നമ്മുടെ എല്ലാ ദുർഘടങ്ങളും നീങ്ങുക, രോഗങ്ങളൊക്കെ നശിക്കുക, അതേപോലെ ദുരിതങ്ങളൊക്കെ തീരുക, ബാധകളൊക്കെ ഇല്ലാതിരിക്കുക എന്നാണ്. അപ്പോൾ സാധാരണഗതിക്ക് നേരെ ആ കർക്കിടകത്തിന് മുമ്പുള്ളതായ ദിവസം നേരെ എല്ലാ തരത്തിലുള്ള ജ്യേഷ്ഠാഭഗവതിയും പുറത്താക്കും. അങ്ങനെയാണ് പണ്ട്. പിന്നെ ശീബോധിയെയും മക്കളെയും, ശീബോധിയുടെ ആരാധനയാണ്. കർക്കിടക മാസത്തിൽ നമ്മളെന്താ ചെയ്യാം? കർക്കിടക മാസത്തിലെ പണ്ട് കാലത്ത് എല്ലാ കേരളത്തിലെ തറവാടുകളിലും വീടുകളിലൊക്കെ തന്നെ ചെയ്യും, ശീബോധിക്ക് വെക്കുക എന്നാണ് പറയാം. എന്താ ശീബോധി എന്ന് വെച്ചാൽ? ശീബോധി എന്നുള്ളത് അത് പറഞ്ഞ് നാടൻ ഭാഷയായി ശ്രീപാർവതി എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രീപാർവതിക്ക് വെക്കലാണ് കർക്കിടകത്തിൽ ശീബോധിക്ക് വെക്കുക എന്ന് പറയും. അപ്പോൾ 30 ദിവസം സാധിക്കാത്തവർ ആദ്യത്തെ ഒരു 10 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 7 ദിവസം ചെയ്യും. അപ്പോൾ ആദ്യത്തെ 7 ദിവസം പാർവതി ദേവി നമ്മുടെ പാർവതി ദുർഗ. അപ്പോൾ ദുർഗയുടെ
ഒരു ആക്ടിവേറ്റഡ് ഭാവമാണ് പാർവതിയുടെ ഒരു ആക്ടിവേറ്റഡ് ഭാവമാണ് ദുർഗ. പാർവതി സ്റ്റേബിളായിരിക്കുന്ന ദേവത, അതിൻ്റെ ഒരു ആക്ടിവേറ്റഡ് ഭാവമുണ്ട്, അതാണ് ദുർഗ എന്ന് പറയുക. അപ്പോൾ ആ ദുർഗയാണ് എപ്പോഴും നമ്മളെ രക്ഷിക്കാൻ വാളുമായിട്ട് മുന്നോട്ട് വരിക. പാർവതി ശാന്തയാണ്, ദുർഗ നേരെ അതിൻ്റെ ഒരു ആക്ടിവേറ്റഡ് ഫോമാണ്. അപ്പോൾ ദുർഗാ ഭഗവതിക്കാണ് വയ്ക്കുക, പാർവതിക്ക് വയ്ക്കുമ്പോൾ ദുർഗയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതാണ് നേരെ പ്രകൃതിജന്യമായിരിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ പാർവതിക്ക് വെക്കുക എന്ന് പറയാം. അപ്പോൾ കർക്കിടക മാസം പൊതുവെ പാർവതി മാസമാണ്. അപ്പോൾ പിണ്ടിയും വെള്ളം ഉണ്ടാവും, അതേപോലെ ദശപുഷ്പം ഉണ്ടാവും, പിന്നെ ഒരു വാൽക്കണ്ണാടി വെക്കണം എന്നാണ്. അപ്പോൾ വാൽക്കണ്ണാടി എന്ന് വെച്ചാൽ ദേവീ സങ്കല്പമാണ്. അപ്പോൾ വാൽക്കണ്ണാടി ഉണ്ടാവും, പിന്നെ ചിലർ ചന്ദനത്തിൻ്റെ മുട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചന്ദനം മുട്ടി കാരണം നല്ല സുഗന്ധം തേച്ച് നല്ല ചന്ദനം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നേരെ നിർബന്ധമായിട്ടുണ്ടാകണം. പിണ്ടി, വാൽക്കണ്ണാടി, അതേപോലെ ചന്ദനമുട്ടി, പിന്നെ ഒരു പലകയിൽ പാർവതിയുടെ സങ്കല്പത്തിൽ ഇരുത്തി നേരെ ദശപുഷ്പം നിർബന്ധമായിട്ടും വേണമെന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നേരെ വയ്ക്കുന്നതാണ് പാർവതിക്ക് വയ്ക്കുക വെച്ചാൽ ശ്രീപാർവതി, അതായത് ദുർഗാ ഭഗവതി എന്നർത്ഥം. പാർവതി തന്നെയാണ് ദുർഗ. അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ദേവീ പ്രധാനമാണ് കർക്കിടക മാസം. അപ്പോൾ ആ സമയത്ത് കർക്കിടകത്തിൽ ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ ചിങ്ങമാസത്തിൽ നേരെ പൊന്നിൻ തിരുവോണമൊക്കെ വരണ സമയമാണ്. അപ്പോൾ ദേവി പ്രസന്നയായിട്ട് നമ്മുടെ പ്രകൃതി സസ്യശ്യാമളയായിട്ട് തീരും. അപ്പോൾ പ്രകൃതിയിൽ ധാരാളം സസ്യങ്ങളുണ്ടാകും, ഫലങ്ങളുണ്ടാകും. അപ്പോൾ ആ ചിങ്ങമാസത്തിലാണ് ധാരാളം ഫലങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നേരെ കർക്കിടക മാസത്തിൽ നേരെ നെല്ലിങ്ങനെ ധാരാളം ഉണ്ടാകുന്നതാണ്. കാരണം ദുർഗാപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ദുർഗാപ്രീതികരമായിരിക്കുന്ന കർമ്മം നേരെ കർക്കിടകം 1-ാം തീയതി മുതൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ദേവി പ്രസാദിച്ച് നിൽക്കുന്ന മാസമാണ്. അപ്പോൾ ദുർഗാ ഭഗവതി അല്ലെങ്കിൽ പ്രകൃതീശ്വരിയുടെ മറ്റൊരു പേരാണ് ദുർഗാ ഭഗവതി, അത് തന്നെയാണ് പാർവതി. അപ്പോൾ ദുർഗാ ഭഗവതി പ്രസാദിച്ച് നിൽക്കുന്ന മാസമായതുകൊണ്ടതാണ് നെല്ല് നല്ല പോലെ അങ്ങോട്ട് വിളയുന്നതാണ്. അപ്പോൾ പാടത്ത് നെല്ലിങ്ങനെ വിളയും. അതേപോലെ പച്ചക്കറികൾ നമുക്ക് ധാരാളം കുമ്പളങ്ങ, മത്തങ്ങ തുടങ്ങിയിരിക്കുന്ന പ്രകൃതി മണ്ണിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, ചേന, അതെല്ലാം ധാരാളമായിട്ടുണ്ടാകുന്നതാണ്. കായ ഉണ്ടാവും. അപ്പോൾ വാഴയിൽ ധാരാളം കായ്കൾ ഉണ്ടാവും. അതേപോലെ തന്നെ ചക്ക തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം പ്രകൃതി സന്തോഷിക്കുന്ന മാസമാണ്. കാരണം അത് ദേവി പ്രസാദിക്കുന്ന മാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ നമ്മൾ ദുർഗ ആരാധനമാണ് ഈ കർക്കിടക മാസത്തിൽ വേണ്ടത്. കാരണം ദുർഗ സന്തോഷിച്ചാൽ നമ്മുടെ ചിങ്ങമാസം മുതൽ അടുത്തൊരു വർഷം, അപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്, കാരണം ചിങ്ങം മുതലാണ് നമ്മുടെ ഒരു വർഷം ആരംഭിക്കുക. അപ്പോൾ പുതുവത്സരത്തിന് എതിരേൽക്കാനായിട്ട് ദേവിയെ സന്തോഷിപ്പിക്കണമെന്ന്. അതുകൊണ്ട് നേരെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നേരെ കർക്കിടക മാസത്തിലായിരിക്കും നേരെ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലൊക്കെ എന്താണ് നിറപുത്തരി എന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നേരെ കൊയ്ത് കൊണ്ടുവന്നിരുന്ന കറ്റ കൊണ്ടുവന്നിട്ട് നെല്ല് കൊണ്ടുവന്നിട്ട് നേരെ ദേവിക്ക്, അല്ലെങ്കിൽ ഏത് വിഗ്രഹമാണ് ആ വിഗ്രഹത്തിൽ വെച്ചാൽ, അല്ലെങ്കിൽ പുറത്ത് തടപ്പള്ളിയിൽ പത്മം ഇട്ടിട്ട് ആ ദേവിയുടെ പത്മമൊക്കെ ഇട്ടിട്ട് അതിൽ വെച്ച് പൂജിക്കും. അപ്പോൾ പൂജിച്ച് കഴിഞ്ഞിട്ട് നേരെ ആ പുതിയ നെല്ലിൻ്റെ അരി കൊണ്ട് നേരെ ഉണ്ടാക്കുന്ന പായസമാണ് പുത്തരി പായസം എന്ന് പറയും. അതാണ് പുത്തരി നിവേദ്യം എന്ന് പറയും. അപ്പോൾ ആ കർക്കിടക മാസത്തിലാണ് ആ പുത്തരി ഉണ്ടാവുക. അപ്പോൾ അതായത് പുത്തരി എന്ന് പറഞ്ഞാൽ പുതിയതായിരിക്കുന്ന അരി, പുതിയതായിരിക്കുന്ന നെല്ല്. അപ്പോൾ അതാണ് നിറപുത്തരി എന്നൊക്കെ പറയും. അതേപോലെ തന്നെ നമുക്ക് വീടുകളിലൊക്കെ കൊണ്ടുവന്ന് തൂക്കും. അപ്പോൾ പ്രകൃതി സന്തോഷിച്ചിട്ടുണ്ടായിരിക്കുന്ന നെല്ലായതുകൊണ്ട് അത് സാക്ഷാൽ ദുർഗാ ഭഗവതിയാണ്. അപ്പോൾ ആ ദുർഗാ ഭഗവതിയെ കൊണ്ട് നമ്മൾ നേരെ നിവേദ്യം ഉണ്ടാക്കിയിട്ട് ദേവന്മാർക്ക് എല്ലാവർക്കും സമർപ്പിക്കും, നമ്മളത് കഴിക്കും. അതാണ് പുത്തരി പായസം എന്നിങ്ങോട്ട് പറയാം. പിന്നീട് ആ കറ്റ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? കറ്റ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടുകളിലൊക്കെ തൂക്കും. എന്താണ് കാരണം? ദേവിയാണ് നമ്മുടെ വീടിനെ കാത്തുരക്ഷിക്കുക. അപ്പം എല്ലാ വീടുകളും കാത്തുരക്ഷിക്കുന്നത് ദുർഗയാണ്. അല്ലാതെ മറ്റെല്ലാ ദേവന്മാർക്കും ഓരോരോ കാര്യങ്ങൾ ഉണ്ടെങ്കിലും വീട് പൊതുവായിട്ട് എല്ലാ ബാധകളിൽ നിന്നും അതേപോലെ സമ്പൽ സമൃദ്ധമായിട്ടും കാത്തുരക്ഷിക്കുന്നത് ആരാണ്? ദുർഗയാണ്. അതാണ് ദുർഗയുടെ പ്രതീകമായിരിക്കുന്ന കറ്റ നമ്മളിങ്ങനെ കെട്ടി അതിലിപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ടതായിരുന്ന മാവിൻ്റെ ഇല ഉണ്ടാവും, ആലിൻ്റെ ഇല ഉണ്ടാവും, അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് കെട്ടിയിട്ട് വീടിൻ്റെ മുന്നിൽ നമ്മൾ തൂക്കും. എന്താ കാരണം? അപ്പോൾ നല്ല പോലെ ഭംഗിയാക്കുന്ന അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അലങ്കരിച്ചിട്ടാണ് നേരെ തൂക്കുക. അപ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കാരണം ദുർഗ സന്തോഷിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ദുർഗയുടെ പ്രീതിയാണ് കർക്കിടക മാസത്തിലുള്ളത്. അപ്പോൾ ദുർഗാപ്രധാനമാണ് കർക്കിടക മാസം എന്നുള്ളതാണ്. കർക്കിടക മാസം എപ്പോഴും
ദുർഗാപ്രധാനമാണ് എന്നുള്ളതാണ്. അതാണ് കർക്കിടക മാസത്തിൽ നേരെ നിരന്തരം എപ്പോഴും എല്ലാ വീടുകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവതി സേവ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നത്. കൊല്ലത്തിലൊരിക്കൽ നമ്മൾ ഭഗവതി ആരാധിക്കുന്നത് കർക്കിടക മാസത്തിലാണ്. അപ്പോൾ കർക്കിടക മാസം ദേവീ പ്രധാനമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ദേവിയുടെ പ്രധാനം എന്നാൽ എന്താണ്? എവിടെയാണ് ദുർഗയുള്ളത്, എവിടെയാണ് ശിവയുള്ളത്, അവിടെ ശിവനും ഉണ്ടാകുന്നതാണ്. അപ്പോൾ കുടുംബജീവിതം വളരെ നമുക്ക് സുഖമായിട്ട് മാറും. ദേവി എവിടെയുണ്ട് അവിടെ ശിവനും ഉണ്ടാകുന്നതാണ്. ശിവനും ആ ദേവിയും കൂടി വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ പിന്നെന്താണ്? ഗണപതിയുടെ സാന്നിധ്യം വരും. അതേപോലെ ഷൺമുഖൻ്റെ സാന്നിധ്യം വരും. അപ്പോൾ ശിവകുടുംബം ആണ് കർക്കിടക മാസത്തിലുള്ളത്. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ നമ്മൾ നൊയമ്പെടുക്കുമ്പോൾ അതേപോലെ വ്രതം എടുക്കുന്ന സമയത്ത് ശിവകുടുംബത്തെ ആരാധിക്കുന്നതാണ്. പക്ഷേ വാസ്തവത്തിൽ അത് ദേവി പ്രധാനമാണ്. അപ്പോൾ ദേവിയുടെ കൂടെ 2 മക്കളും ഉണ്ടാവും. ഗണപതിയും സുബ്രഹ്മണ്യം ഉണ്ടാവും, ഭർത്താവായിരിക്കുന്ന മഹാദേവനും ഉണ്ടാവും. അപ്പോൾ ഒരു ശിവകുടുംബത്തിൻ്റെ ആ ഒരു സാന്നിധ്യം കർക്കിടക മാസത്തിലുണ്ടാവും. അപ്പോൾ കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ മാസം എന്നല്ല. രാമായണം നമ്മൾ വായിക്കുന്നു എന്നുള്ള ശരിയാണ്, കാരണം അത് പാർവതിക്ക് കേൾക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ശ്രീപാർവതിക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ ശ്രീപാർവതിയുടെ മാസമാണത്. അതുകൊണ്ടാണ് ദേവിയെയും ആരാധിക്കണം, അല്ലെങ്കിൽ ദേവി ഭാഗവതങ്ങൾ കർക്കിടക മാസത്തിൽ വായിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേവി ഭാഗവത പാരായണത്തിനെ കുറിച്ച് പറയുമ്പോൾ മേടം, കർക്കിടകം, തുലാം എന്ന് പറഞ്ഞിട്ടാണ് വരിക. മേടം, കർക്കിടകം, മേടമാസത്തിലും കർക്കിടക മാസത്തിലുമാണ് ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന പാരായണങ്ങൾ വരിക. മേടം, കർക്കിടകം. പിന്നെ വരുന്നത് എവിടെയാണ്? പിന്നെ തുലാം, കന്നി തുലാം മാസത്തിലാണ്. അപ്പോൾ കന്നി തുലാം, പിന്നെ കുംഭമാസത്തിലാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കാർഷിക വിളകളുടെ മാസങ്ങളാണ്. മേടമാസത്തിൽ വരെ വിഷുവിൻ്റെ വരും കാർഷിക വിളകളാണ്. അതേപോലെ തന്നെ മേടം, കർക്കിടക മാസത്തിലാണ് പ്രകൃതി ഇങ്ങനെ കനിഞ്ഞിങ്ങനെ ഒഴുകുന്നു. അപ്പോൾ ജലം ഉണ്ടാവും. അതേപോലെ ഭൂമിയിൽ നിന്നിങ്ങനെ ധാരാളം ഔഷധ സസ്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ഔഷധ സമ്പത്തുള്ളതായിരിക്കുന്ന മാസം ആണ് കർക്കിടക മാസം. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ മേടം, കർക്കിടകം, പിന്നെ തുലാം, കന്നി തുലാം മാസത്തിൽ നവരാത്രി കാലം. അപ്പം അതും നേരെ ആ പ്രകൃതിയുമായിട്ട് കന്നിമാസത്തിലെ കന്നിക്കൊയ്ത്ത് കഴിഞ്ഞിട്ടാണ് നവരാത്രി വരിക. അതും പ്രകൃതിയുടെ മാസമാണ്. അപ്പോൾ അത് ദേവിക്ക് ഇഷ്ടമാണ്. പിന്നീടാണ് മേടം, കർക്കിടകം, കന്നി തുലാം. പിന്നീട് കുംഭമാസം എന്താണ്? നേരെ മകരക്കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കുംഭമാസത്തിൽ ഭൂമി നേരെ കിളച്ചിട്ട് അല്ലെങ്കിൽ ഉഴുതിട്ട് അതിനെ തയ്യാറായിട്ടിടും. അപ്പോൾ ആ ഒരു കുംഭമാസം മുഴുവൻ തന്നെ കിളച്ചങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വിത്ത് വിതയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ കുംഭമാസത്തിൽ പതുക്കെ ആ ഒരു വിത്തുകളൊക്കെ ഇങ്ങനെ പതുക്കെ അത് മുളച്ചു വരുന്നതാണ്. അതും പ്രകൃതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ സമയത്തുള്ളതായിരുന്ന പ്രകൃതീശ്വരിയുടേത്. അതിലേറ്റവും പ്രധാനമാണ് കർക്കിടക മാസത്തിൽ ദുർഗാപ്രധാനം എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ദുർഗാസംബന്ധിയായ കാര്യങ്ങളാണ് കർക്കിടകത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഗ്രന്ഥം വായിച്ചാലും കർക്കിടക മാസത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരും എന്നാണ് പറയുക. അതാണ് ദേവീ മാഹാത്മ്യം, ദേവീ ഭാഗവതം, അതേപോലെ ഭഗവത് സേവ. ഇതെല്ലാ കാര്യങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ദുർഗാപ്രധാനമായിരിക്കുന്ന മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആളുകളുടെ മനസ്സിൽ ആ ഒരു ധാരണ ഇല്ലാതായിട്ട് കുറേ നാളമായി. രാമായണ മാസം എന്ന് പറഞ്ഞ് അപ്പോൾ ദുർഗയുടെ മാസമല്ല, രാമായണ മാസം എന്ന് പറയും. പക്ഷെ രാമായണ മാസമാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് രാമായണ മാസമാകാൻ കാരണം? ശിവൻ ഈ രാമകഥ പറഞ്ഞു കൊടുത്തപ്പോൾ ദേവി സന്തോഷിച്ചു. അപ്പോൾ ദേവി സന്തോഷിച്ചത് കൊണ്ടാണ് രാമായണത്തിന് പ്രാധാന്യം വരാൻ കാരണം. അപ്പോൾ അതാണ് രാമായണ മാസമായിട്ട് ആരാധിക്കുന്നത്. വാസ്തവത്തിൽ കർക്കിടകം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി കർക്കിടക അവസാനം വരെ ദേവീ പ്രധാനമായിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമുക്കിന്ന് അഭികാമ്യമായിരിക്കുന്നത്.